ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അറേബ്യൻ ഫലാഫിൽ ഷവർമ. ഇത് വളരെയധികം ഹെൽത്തിയാണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1/4 കിലോത്തോളം വെള്ളക്കടലയാണ്. ഇതിനെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. പിന്നെ 1 കപ്പ് മല്ലിയില, ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് അവരവരുടെ എരിവിൻ്റെ എഫക്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒലീവ് ഓയിലാണ്. നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് കടലയാണ് അരച്ചെടുക്കേണ്ടത്. നന്നായി അരയണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കാരണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് അരച്ചെടുക്കാനുള്ളതാണ്. ഈ കടല അരച്ചെടുക്കുന്ന ടൈമിൽ ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യരുത്. കാരണം ബാറ്റർ ലൂസായി കഴിഞ്ഞാൽ എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കടല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ തന്നെ കാണാം നന്നായി അരഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം. മല്ലിയില, കട്ട് ചെയ്ത് വെച്ച സവാള, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, ബേക്കിംഗ് പൗഡർ, പിന്നെ അതിലോട്ട് മാറ്റി വെച്ച നാരങ്ങ നന്നായി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം. സൺഫ്ലവർ ഓയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോൾ രൂപത്തിലാക്കിയ ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കടലയുടെ വേവൊക്കെ പാകമായി കിട്ടാനാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/4 കിലോത്തോളം വെള്ളക്കടലയാണ്. ഇതുകൊണ്ട് നമുക്കൊരു 30 പീസ് ഫലാഫിൽ വരെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വീട്ടിലെ ആളുകൾ കുറവാണെങ്കിൽ അതിനനുസരിച്ച് കടലയുടെ അളവ് നമുക്ക് കുറച്ചാൽ മതി. ഇവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ഫലാഫിലും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. മാത്രമല്ല കടലയുടെ പച്ച ചുവ മാറിക്കിട്ടുകയും ഇല്ല. ഒരു ഭാഗം നന്നായി പാകായതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മുഴുവൻ പാകാവുന്നത് വരെയും ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. കാണുമ്പോൾ നമുക്കിതൊരു കട്ട്ലറ്റ് രൂപത്തിലൊക്കെയാണ് തോന്നുന്നത്, പക്ഷേ ടേസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നന്നായി പാകമായിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഫലാഫിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. നമ്മളിവിടെ ഷവർമ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. കുബൂസ്, ബോയിൽ ചെയ്തെടുത്ത മുട്ട, ഫ്രഞ്ച് ഫ്രൈസ്, ടൊമാറ്റോ സോസ്, ചെറുതായി കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ്, തക്കാളി, ക്യാറിന് പകരം നമുക്ക് കക്കിരിക്ക യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കേബേജ് ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മയോനീസ്, തൂമ്. അപ്പോൾ നമുക്ക് ഷവർമ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം.
ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുബൂസിൻ്റെ പകുതിയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് മയോനൈസും മറ്റേ ഭാഗത്ത് തൂമും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 2 ഫലാഫിലാണ്. അത് രണ്ടും ഇതിലേക്ക് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മുട്ടയുടെ പകുതി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസും തോമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫലാഫിൽ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക്